എല്ലാവർക്കും ഓണം ആശംസകൾ. ഇന്ന് നമ്മൾ അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. നോക്കിയാലോ. ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 200 ഗ്രാം അട ചേർക്കാം. ഇത് അരിയടയാണ്. മൈദയടയും അരിയടയും കിട്ടും. ഇതിപ്പോൾ അരിയടയാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അട വെന്ത് കിട്ടും. നമ്മുടെ അട വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലെ വെള്ളമൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് അടയുടെ മുകളിൽ ഒഴിച്ചിട്ട് ആ വെള്ളവും വാർത്തിട്ട് ഇങ്ങെടുക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഇത് ഏകദേശം ഒരു 400 ഗ്രാം ശർക്കരയാണ്. നമ്മൾ അട എടുത്തത് 200 ഗ്രാമാണ്. അപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം ശർക്കര. മധുരം ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ശർക്കര ആഡ് ചെയ്യാം. ഇത് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ശർക്കര പാനി റെഡിയാക്കാം. ഉരുളി ചൂടായി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച അട ചേർക്കാം. ശർക്കര പാനി ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചവ്വരി വേവിച്ചത് ചേർക്കാം. ഇതൊരു 100 ഗ്രാം ചവ്വരി വേവിച്ചെടുത്തതാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി ഈ ശർക്കരയുടെ അളവൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അട നെയ്യിൽ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല പാകമായിട്ടുണ്ട്. ഇതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി 2ാം പാലും കുറുകി വരുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. 8 എന്നുള്ള ഷേപ്പിൽ ചട്ടുകം കൊണ്ട് വരയ്ക്കണം എന്നാണ് പറയാറ്. ഉരുളിയാവുമ്പോൾ സൂക്ഷിക്കണം, നല്ല ചൂടായിരിക്കും. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. വീണ്ടും നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു ചെറിയ പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്തിട്ട് അധികം തിളയ്ക്കേണ്ട, ചെറിയ ചൂടിലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഏലക്ക പൊടിച്ചതിടാം. ചുക്കുപൊടിയും ഈ സമയത്തിടാം. ഞാനിപ്പം ചുക്കുപൊടി ചേർക്കുന്നില്ല, ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചിട്ടിട്ടാൽ മതിയാകും. നല്ലപോലെ പൊടിഞ്ഞു വരും. അങ്ങനെ അടപ്രഥമൻ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്ത് നമുക്ക് ചേർക്കാം. പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടും റൈസിൻസും ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. അങ്ങനെ അടപ്രഥമൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.